അപ്പോൾ ഇനി എന്തൊക്കെ നടന്നു നമുക്കങ്ങോട്ട് കാണാം. ഫസ്റ്റ് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എൻ്റെ അനിയൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയിരുന്നു. അവൻ ഇപ്പോൾ 11th കേട്ടോ. ഞാനും തമ്മിൽ 1.5 years ഡിഫറൻസേ ഉള്ളൂ. അപ്പം ഇപ്പം അവൻ എന്നെക്കാട്ടിലും നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ എനിക്കങ്ങനെ ഭയങ്കര ഈ യൂഷ്വലി ചേച്ചിമാർ ഈ അനിയന്മാരിങ്ങനെ കെയർ ചെയ്യും, എടുത്തുകൊണ്ട് നടക്കും, അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ തമ്മിൽ 1.5 വയസ്സിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് അങ്ങനെ അവനെ ആസ് എ ഗാർഡിയൻ എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റത്തുകൊണ്ട് ഞാനിന്ന് സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഫസ്റ്റ് ഡേ എല്ലാം കഴിഞ്ഞ്. എൻ്റെ സെയിം സ്കൂൾ തന്നെയാണ്, എനിക്കറിയാം. എൻ്റെ സെയിം ക്ലാസ് ടീച്ചറൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് മെറ്റീരിയൽ എടുക്കാൻ പോയി. നേരത്തെ കാണിച്ച ലാവൻഡർ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ അതെടുത്തില്ല. ഞാൻ പോയതൊരു ഹാഫ് സാരിക്ക് ഒരു ഷോളിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അത് മാത്രം എടുത്തിട്ട് വന്നു. ബിക്കോസ് ഓൾറെഡി ഇപ്പം തന്നെ ഒരു 5-6 ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനുണ്ട് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്ലോയിൻ്റെ സീക്രട്ട്. കുറേ പേർ ചോദിക്കാറുണ്ട് ഗ്ലോ ആവാൻ എന്താ ചെയ്യേണ്ട. ഓയിലി സ്കിന്നാണ്, സോ നമുക്കൊന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്കലി ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോവുകയാണല്ലോ. പിന്നെ ഇന്ന് ജിമ്മിലുള്ളവരടുത്തൊക്കെ ഞാൻ ബൈ പറഞ്ഞു. അപ്പോൾ ജിമ്മിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ സർപ്രൈസായിട്ട്, പുള്ളിക്കാരി അറിയത്തില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളവിടെ സർപ്രൈസായിട്ട് ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നു. പുള്ളി അറിഞ്ഞൊന്നുമില്ല, ഭയങ്കര ഇമോഷണൽ. ഞാൻ ആദ്യം വെച്ചിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത് ആൻഡ് കരയുന്നൊക്കെ കാണുന്നത്. ആൻഡ് ഐ ഫീൽ വെരി ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ പോലെ തോന്നി. എനിക്കല്ല, അതെന്തോ സർപ്രൈസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് എന്നിട്ട് അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ജിമ്മൊക്കെ നിർത്തി. ഞാൻ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ കുറേ നാൾ പൊക്കോടുന്ന ജിമ്മാണല്ലോ. അതിന് പിന്നെ എന്നിട്ട് വീട്ടിൽ വന്ന് ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മളെന്നല്ല, ഞാൻ മോർണിംഗ് എണീറ്റ് ഇവനെ സ്കൂളിലാക്കാൻ പോകണം എന്നുള്ളതുകൊണ്ട്. ഞാൻ യൂഷ്വലി ഉച്ചയ്ക്കാണല്ലോ ഉറക്കം എണീക്കുന്നത്. അപ്പം എനിക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു. ഞാൻ എത്രയോ മാസം മുന്നേ ഓർഡർ ചെയ്ത് സവാനയിൽ വന്നതാണ് ഒരു ഫോൺ കേസ്. ഞാൻ ഇതിൻ്റെ കാര്യം മറന്നേ പോയി. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു കേസും പിന്നെ ഈ ഒരു ഷർട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒരു സാധനം ഞാൻ വാങ്ങിച്ച് റിട്ടേൺ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടാം എനിക്ക് ഓർമ്മയില്ല, എപ്പോഴും ഓർഡർ ചെയ്തതാണ്, അതിപ്പോഴാണ് വന്നത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സി യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.